ബഹുമാനപ്പെട്ട ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ, നമ്മുടെ സംവിധാനത്തിൻ്റെ കൺവീനർ ശ്രീക് വർഗീസ്, നമ്മുടെ 8-ാം വാർഡിലെ സ്ഥാനാർത്ഥി ലില്ലിക്കുട്ടി ജേക്കബ്, ഏറ്റവും പ്രിയമുള്ള എൻ്റെ സഹോദരി സഹോദരങ്ങളെ, ഏതൊരു സംവിധാനവും മൂവ് ചെയ്യുമ്പോൾ, നമ്മളൊരു കാര്യത്തിന് തുടക്കമിടുമ്പോൾ വ്യക്തതയോടെയും കൃത്യതയോടെയും അതെന്താണെന്ന് തിരിച്ചറിയാനും അതെന്താണെന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനുമുള്ള ബാധ്യത തീർച്ചയായിട്ടും ആ മൂവ്മെൻറ്റിന് ഉണ്ട്. നയവിശദീകരണം എന്നാൽ നമ്മളുടെ കൃത്യമായ നിലപാടെന്താണ് എന്ന് വിശദീകരിക്കുകയാണ് നയവിശദീകരണത്തിൻ്റെ ലക്ഷ്യം. നമുക്കറിയാം എങ്ങനെയാണ് നമ്മൾ കോർഡിനേറ്റ് ചെയ്യപ്പെട്ടത്. ഇവിടെ 23 വർഷമായി പ്രവർത്തിച്ചിരുന്ന ഒരു ഫാക്ടറി, അത് കഴിഞ്ഞ് ഏതാനും വർഷങ്ങളായി പരിസര മലിനീകരണം നടത്തുക എന്ന് വെച്ചാൽ ഏകദേശം 25ഓളം വീടുകളിൽ കിണറുകൾ ഉപയോഗിക്കരുതെന്ന് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് തന്നെ അവർക്ക് രജിസ്റ്റേർഡ് കത്ത് കൊടുക്കുന്നു. എൻ്റെയും നിങ്ങളുടെയും വീടുകളിലെ ജലം നമ്മുടെ ഗാർഹിക ഉപയോഗങ്ങൾക്ക് ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞ് ഫാക്ടറി വീണ്ടും തുറന്ന് പ്രവർത്തിക്കാൻ, തുടർന്ന് നടത്തുവാൻ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് അനുവദിക്കുന്നു. നമ്മൾ ഇവിടെ ഇരിക്കുന്ന ആളുകൾ ഉൾപ്പെടെയുള്ള പറമ്പ്രം, ചാത്തങ്കുന്ന്, വലിയ നിരപ്പ്, മുട്ടിച്ചിറ ഭാഗങ്ങളിലെ ആളുകൾക്ക് ഒരു തരത്തിലും ജീവിക്കാൻ പറ്റാത്ത ഫൗൾ സ്മെല്ലുണ്ടാകുന്നു. നമ്മളെല്ലാവരും കുട്ടിക്കാലത്ത് ചാടി കുളിച്ചിരുന്ന നമ്മളുടെ ആളുകളുടെ എല്ലാവരുടെയും ജലസ്രോതസ്സായി നിലനിൽക്കുന്ന നമ്മുടെ ഞായ്പള്ളി തോട് പൂർണ്ണമായും മലിനമാക്കി ഒരാൾ ഇറങ്ങി നിന്നാൽ നമ്മളുടെ കാൽമുട്ട് വരെ നനഞ്ഞാൽ കാൽമുട്ട് വരെ ചൊറിയുകയും തൊലിപ്പുറത്ത് രോഗമുണ്ടാകുകയും ചെയ്യുന്ന അവസ്ഥ ഉണ്ടാവുക. ഇതിൽ പരം എന്ത് പരിസര മലിനീകരണമാണ് ഇവിടെ നടക്കാനുള്ളത്? ഇത്രമാത്രം രൂക്ഷമായ, എല്ലാ ആളുകളെയും ബാധിക്കുന്ന, എല്ലാവരെയും അഫക്റ്റ് ചെയ്യുന്ന ഒരു ഇഷ്യൂ ഈ സമൂഹത്തിൽ വർഷങ്ങളായി നിലനിന്നിട്ട്, നൂറ്റാണ്ടുകൾക്കപ്പുറം മുതൽ പാരമ്പര്യമുള്ള പാർട്ടികളും പാർട്ടികളെ കൂട്ടിക്കെട്ടിയ മുന്നണി സംവിധാനങ്ങളും ഇവിടെ ഭരണചക്രം തിരിക്കുന്ന ഭരണാധിപന്മാരും ജനപ്രതിനിധികളുമൊക്കെ ഉണ്ടായിട്ടും ആർക്കും അതിൽ ഇടപെടാൻ തോന്നിയില്ല. ആർക്കും ആളുകളുടെ ഈ പ്രശ്നത്തെ യഥാർത്ഥത്തിൽ അഭിമുഖീകരിക്കുന്ന ഈ പ്രശ്നത്തെ യഥാർത്ഥത്തിൽ അധികാരികളുടെ പക്ഷം കൊണ്ടുചെല്ലാൻ പറ്റിയില്ല. അനുഭവിക്കേണ്ടവർ അനുഭവിച്ചുകൊണ്ട് തന്നെ ഇരുന്നു. ഈ സാഹചര്യത്തിലാണ് നമ്മൾ എല്ലാവരാലും ഉപേക്ഷിക്കപ്പെടുകയും എന്നാൽ അളമുട്ടി പുറത്തു ചാടിയതുപോലെ നമ്മൾ സംഘടിക്കുന്നത്. നമ്മളുടെ ഈ സംഘടനാ ബോധം യാദൃശ്ചികമായിട്ടുണ്ടായതാണ്. ഒരു ഇഷ്യൂവിൽ നിന്ന് നമ്മൾ ഒന്നിച്ചു. ഇവിടെ നമുക്ക് 1500-ഉം 2000-ഉം ആളുകൾ പുറത്തിറങ്ങി മുട്ടുചിറയോ കടുത്തിരുത്തിയോ ഇതുവരെ കണ്ടിട്ടില്ലാത്ത വളരെ പ്രകടമായ നിലയിൽ പ്രത്യക്ഷ സമരപരിപാടികളിലേക്ക് കടന്നപ്പോൾ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ആളുകൾ ആരൊക്കെയാണ്? ഇതിൻ്റെ എൻജിൻ റൂം എവിടെയാണെന്ന് യഥാർത്ഥത്തിൽ ഇന്നും ഈ സമരത്തിൻ്റെ ഉത്തരവാദിത്വം, അല്ലെങ്കിൽ ഞങ്ങളാണ് സമരം നടത്തിയതെന്നും ഞങ്ങളാണ് നിർദ്ദേശം നൽകിയതെന്നും ഞങ്ങളാണ് ഇതിന് മുൻകൈ എടുത്തതെന്നും പറയുന്ന സംവിധാനങ്ങൾക്ക് ഇതിൻ്റെ എൻജിൻ റൂം എവിടെയാണെന്ന് ഇപ്പോഴും അറിയത്തില്ല. ഈ പ്രസ്ഥാനം ഇവിടെ ഉണ്ടാകുന്നത്, ഇങ്ങനൊരു സംവിധാനം ഉണ്ടാകുന്നത് 1-2 ആളുകളിൽ തുടങ്ങി 3-4 ആളുകളിലേക്ക് പടർന്ന് അത് വീണ്ടും 5-6 ആളുകളിലേക്ക് പോയി ഈ 8-10 ആളുകളുടെ വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള, ചിട്ടയായിട്ടുള്ള, സുസജ്ജമായിട്ടുള്ള പ്രവർത്തന രീതി കൊണ്ടാണ് അത്രയും ശക്തമായ നിലയിൽ സമരം സംഘടിപ്പിക്കാൻ നമുക്ക് പറ്റിയത്. ആ സമരം സംഘടിപ്പിക്കുക മാത്രമല്ല, ആ സംഘടിക്കപ്പെട്ട സമരം സുസജ്ജമായിരുന്നു, സുശക്തമായിരുന്നു, വളരെ കൃത്യമായി നിയമവിധേയമായിരുന്നു. നമ്മുടെ ലക്ഷ്യം നേടുന്നതിന് കൃത്യമായ പരിപാടികൾ ആസൂത്രണം ചെയ്താണ് നമ്മൾ നടത്തിയത്. അതുകൂടാതെ ഈ സമരം നമ്മൾ നടത്തി എന്നുള്ളത് കൊണ്ട് മാത്രമല്ല ഈ ഫാക്ടറി അടച്ചതും നമ്മൾ വിജയത്തിൻ്റെ വഴികളിലെത്തിയതും. 25ഓളം ഗവൺമെൻറ് സ്ഥാപനങ്ങളിൽ നമ്മുടെ ആളുകൾ ഒരു സ്ക്വാഡ് വർക്ക് നടത്തുന്നത് പോലെ ലാപ്ടോപ്പും അവിടുത്തെ മുഴുവൻ ഫോട്ടോകളും വീഡിയോകളും കോടതിയുടെ റിപ്പോർട്ടുകളുമായി നമ്മൾ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെയും ഡിസ്ട്രിക്ട് കളക്ടറുടെയും നമ്മുടെ ഇൻഡസ്ട്രിയൽ ഓഫീസുകളിലും അതുപോലെ ബന്ധപ്പെട്ട എല്ലാ അധികാര കേന്ദ്രങ്ങളിലും
നമ്മൾ എത്തിപ്പെടുകയും അവരെ കൺവിൻസ് ചെയ്യുകയും അവരോട് നമ്മൾ പറഞ്ഞത് അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റുകയും ചെയ്തപ്പോൾ മനുഷ്യ ഹൃദയമുള്ള സാധാരണ മനുഷ്യരാണ് ഇവരൊക്കെ. അവർ നമ്മളെ സഹായിച്ചതുകൊണ്ടാണ് ഇത്തരം ഒരു ആ സമരത്തിൻ്റെ ഒരു വിജയത്തിൻ്റെ രീതിയിലേക്ക് എത്തിയത്. പക്ഷേ ഇനിയും ഫാക്ടറി തുറക്കാം. ഫാക്ടറി തുറക്കുന്നത് ഒരു കാരണവശാലും ഒരു സ്പൂൺ വെള്ളം ഇനി തോട്ടിലേക്ക് ഒഴുകിയാൽ നമ്മളത് സമ്മതിക്കില്ല. ഞാൻ ഈ ഒരു സ്പൂൺ വെള്ളം എന്ന് പറയാൻ കാര്യം, ഈ സമരത്തിൻ്റെ എല്ലാം തുടക്കത്തിന് കാരണം ഈ ഫാക്ടറി ഉടമയുടെ മകൻ ടിനോ പോലീസ് സ്റ്റേഷനിൽ കൊടുത്ത ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ആളുകൾ അവിടെ ചെന്നപ്പോൾ പോലീസിനോട് പറഞ്ഞു, ഞങ്ങൾ നാളിതുവരെ ഒരു സ്പൂൺ വെള്ളം ഈ തോട്ടിലേക്ക് ഞങ്ങൾ ഒഴുക്കിയിട്ടില്ല എന്ന്. അതാണ് ഈ സമരത്തിൻ്റെ തുടക്കം. യഥാർത്ഥത്തിൽ അന്ന് ഞങ്ങൾക്കൊരു തെറ്റുപറ്റി, നമ്മൾ ഇനി അത് ആവർത്തിക്കില്ല, നമുക്ക് ETP ഉണ്ടാക്കാം, നമുക്ക് നന്നായിട്ട് പോകാം, അതുകൊണ്ട് നിങ്ങളും സഹകരിക്കണമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇങ്ങനൊരു സമരം പോലും ഉണ്ടാകില്ല, നമ്മളത് വിശ്വസിക്കും. പക്ഷേ സമരമുണ്ടായി. അതുകൊണ്ടാണ് പറഞ്ഞത്, അദ്ദേഹം പറഞ്ഞ ഒരു സ്പൂൺ വെള്ളം ഇനി ഒഴുക്കാൻ നമ്മൾ സമ്മതിക്കില്ല. ഞാനിത് പറഞ്ഞത് ഈ സമരത്തിൻ്റെ ഒരു പശ്ചാത്തലം മാത്രമാണ്. പക്ഷേ ഈ സമരം ഏകീകരിക്കപ്പെട്ടതും ചിന്തയ്ക്ക് കാരണമായതുമാണ് ഇങ്ങനെ ജനകീയ മുന്നണി ജനിക്കാൻ ഇടയാക്കിയത്. നമ്മൾ പലരും നമ്മളോട് ചോദിക്കും, മണം പോയി, ഫാക്ടറി അടച്ചു, പിന്നെ ഈ സംയുക്ത സമരസമിതിക്ക് എന്താണ് പ്രസക്തി? ഇനി നിങ്ങളുടെ ജോലി കഴിഞ്ഞു, നിങ്ങൾക്ക് പിരിഞ്ഞു പോയിക്കൂടെ എന്നാണ് അതിൻ്റെ അർത്ഥം. പക്ഷേ നമ്മളങ്ങനെ പിരിഞ്ഞു പോകാൻ തയ്യാറല്ല. കാരണം നമ്മൾ ഓർക്കുക, നമ്മൾ ഒത്തുചേർന്നിടത്ത് അവിടെ വിവിധ രാഷ്ട്രീയ പാർട്ടികളിലെ ആളുകൾ ഒന്നിച്ചു. കോൺഗ്രസ്സിലേതുണ്ട്, കേരള കോൺഗ്രസ്സിലേതുണ്ട്, വിവിധ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിലേതുണ്ട്, ഭാരതീയ ജനതാ പാർട്ടിയിലേതുണ്ട്. അങ്ങനെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള എല്ലാ പാർട്ടികളും, ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നവരൊക്കെ തന്നെ പാർട്ടികളിൽ പ്രവർത്തിച്ചവരും പ്രവർത്തിക്കുന്നവരും നമ്മൾ പാർട്ടിയോട് ബന്ധപ്പെട്ടവരും തന്നെയാണ്. എന്നിട്ടും നമ്മൾ ഒന്നിച്ചു. അങ്ങനെ ഒന്നിച്ചപ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ പിടികിട്ടി. നമ്മളുടെ കൂട്ടായ്മ, നമ്മളുടെ ഒരുമ ഈ നാടിൻ്റെ നന്മയ്ക്കായി വിനിയോഗിക്കാൻ പറ്റുന്ന സാഹചര്യം എന്താണെന്ന് ആ പ്ലാറ്റ്ഫോമിൽ നിന്ന് നമ്മൾ ചിന്തിച്ചപ്പോഴാണ് ജനകീയ മുന്നണി ജനിച്ചത്. അതാണ് അതിൻ്റെ സത്യം. രാഷ്ട്രീയ ബോധ്യങ്ങൾ ആരും മാറ്റിവെക്കുകയോ ഉപേക്ഷിക്കുകയോ അതല്ലെങ്കിൽ ഇതുവരെ നിലനിന്നിരുന്ന രാഷ്ട്രീയ പാർട്ടികളെയും മുന്നണികളെയും ഇന്നലകളിൽ ഇവിടെ ഇതിനെ നയിച്ച ആളുകളെയും കുറ്റപ്പെടുത്തുകയോ ഒന്നും ചെയ്യേണ്ട ഒരാവശ്യമില്ല. കാരണം അതെല്ലാം സംഭവിച്ചു. നമ്മൾ അവരെ കുറ്റപ്പെടുത്തേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ ഒന്നിച്ചതുപോലെ നമ്മളിലേക്ക് നാളുകളിൽ വരാനിരിക്കുന്നവരാണവർ. അതുകൊണ്ട് ഒരിക്കലും ആരെയും കുറ്റപ്പെടുത്തിയോ ആക്ഷേപിച്ചോ, നമ്മളെ തെരഞ്ഞെടുപ്പിൽ ആക്ഷേപിക്കുന്നത് പോലെ തിരിച്ച് നമ്മൾ ആക്ഷേപിച്ചോ മുന്നോട്ട് പോകേണ്ട ആവശ്യമില്ല. അപ്പം നമ്മളുടെ പൊളിറ്റിക്കലായിട്ടുള്ള നമ്മളുടെ ഒരു നിലപാടെന്ന് പറയുന്നത്, പാർലമെന്റിലേക്ക് തിരഞ്ഞെടുപ്പ് നടക്കുമ്പോഴും നിയമസഭകളിലേക്ക് തിരഞ്ഞെടുപ്പ് നടക്കുമ്പോഴും ഒക്കെ നമ്മുടേതായ രാഷ്ട്രീയം അനുസരിച്ച് നമുക്ക് വോട്ട് ചെയ്യാം, നമ്മുടേതായ വ്യക്തി തീരുമാനങ്ങൾ അനുസരിച്ച് നമുക്ക് വോട്ട് ചെയ്യാം. ഇത് നമ്മുടെ ഈ കൊച്ചു ഗ്രാമത്തിൻ്റെ, മുട്ടുചിറ എന്ന കൊച്ചു ഗ്രാമത്തിൻ്റെ ചെറിയ ചെറിയ ചില കാര്യങ്ങളാണ്. ആ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മളായി ഒന്നിച്ചപ്പോൾ രാഷ്ട്രീയ പാർട്ടികളുടെ തടവറകളിൽ നിന്നും നമ്മൾ ആ തടവറകൾ ഭേദിച്ച് പുറത്തു വന്നപ്പോൾ നമുക്ക് മനസ്സിലായി, നമ്മൾ ഒന്നിച്ചു നിന്നാൽ ഈ നാട്ടിൽ പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും. അങ്ങനെ ചെയ്യാൻ പറ്റുന്നത് എന്തൊക്കെയാണെന്ന് നമ്മൾ കമ്മിറ്റികൾ കൂടി തീരുമാനിച്ചു, നമ്മൾ ഡിസ്കസ് ചെയ്തു. 8ഉം 9ഉം വാർഡുകളിലെ എല്ലാ വീടുകളിലും നമ്മൾ പോയി. അങ്ങനെ 8ഉം 9ഉം വാർഡുകളിലെ വീടുകളിൽ പോയപ്പോൾ 8ഉം 9ഉം വാർഡുകളിലെ പ്രശ്നങ്ങൾ എന്താണെന്ന് നമ്മൾ പഠിച്ചു. ആ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകാൻ നമ്മൾ പ്രകടന പത്രിക തയ്യാറാക്കി. ആ പ്രകടന പത്രികയിലെ ഓരോ വാക്കുകളും നമ്മൾ എങ്ങനെ സുസജ്ജമായി ഒരു സമരം സംഘടിപ്പിച്ചോ വിജയിപ്പിച്ചോ, നമ്മൾ എങ്ങനെ ശക്തമായി നിലപാടുകൾ എടുത്തോ അതേ നിലപാടിൽ നമ്മൾ ഒന്നിച്ചു നിന്നുകൊണ്ട് അത് നടപ്പാക്കും. വെറുതെ ഒരു പ്രസ്താവനയല്ല. ഒരു പഞ്ചായത്ത് മെമ്പർ എന്നാൽ വലിയ അധികാരങ്ങളുള്ള ഒരു ഉന്നത വ്യക്തിത്വമൊന്നുമല്ല. പക്ഷേ ഒരു ഗ്രാമത്തിൻ്റെ പ്രശ്നങ്ങളിൽ നേതൃത്വം കൊടുക്കാൻ, ഒരു ഗ്രാമത്തിൻ്റെ പ്രശ്നങ്ങളെ ശരിയായ രീതിയിൽ മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ, അതിനുവേണ്ട ക്രിയാത്മകമായ പ്രവൃത്തികൾ ചെയ്യാൻ
യോഗ്യരായ ആളുകൾ, അങ്ങനെയുള്ള ഒരു സംഘടിത ബോധമാണ് നമ്മുടെ ലക്ഷ്യം. നമുക്കറിയാം, ഈ മുട്ടിയറ ഗ്രാമത്തിനൊരു വലിയ പ്രത്യേകതയുണ്ട്. ഇതിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ പ്രധാനമായും കാർഷിക വൃത്തിയും കച്ചവടവും നടത്തിയിരുന്ന ആളുകളാണ് മുട്ടിയറയിലെ പിന്മുറക്കാർ. പക്ഷെ നമുക്കറിയാം, കത്തോലിക്ക സഭയുടെ ശക്തമായ സാന്നിധ്യമുള്ള ഈ സ്ഥലത്ത് നിന്നും പറമ്പിൽ ചാണ്ടി മെത്രാൻ എന്ന അക്കാലത്തെ ഏറ്റവും ഉജ്ജ്വലനായ സഭാ നേതാവിനെ തിരഞ്ഞെടുത്തപ്പോൾ അത് മുട്ടിച്ചിറയിൽ നിന്നാണ് വന്നത്. വിശുദ്ധ അൽഫോൻസാമ്മയ്ക്ക് ആതിഥ്യം നൽകിയ ഒരു കൊച്ചു ഗ്രാമമാണ് മുട്ടിച്ചിറ. നമുക്കറിയാം, ഡോക്ടർ പീറ്റർ സെലസ്റ്റിൻ ഇളമ്പാശ്ശേരി മെത്രാനായിരുന്നു. അദ്ദേഹത്തിന് ജന്മം നൽകിയ നാടാണ് മുട്ടിച്ചിറ. നമുക്കിപ്പോഴും അഭിമാനത്തോടെ പറയാം, ആദർശശുദ്ധിയുണ്ട്. ഏവർക്കും കൃത്യമായി ബോധ്യമുള്ള, നമുക്കെല്ലാവർക്കും അഭിമാനിക്കാവുന്ന മാർ ജേക്കബ് മുരിക്കൻ ജനിച്ചതും വളർന്നതും നമ്മൾ നടക്കുന്ന അതേ വഴികളിലൂടെ നടന്ന്, നമ്മൾ പോകുന്ന അതേ പള്ളിയിൽ പോയി നമ്മൾക്കൊപ്പം ജീവിച്ച ആളാണ് അദ്ദേഹം. ഇത് മാത്രമല്ല, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. എന്നും കടുത്തുരുത്തിയുടെ രാഷ്ട്രീയത്തെ നയിച്ചിട്ടുള്ളത് നമ്മുടെ ഗ്രാമത്തിൽ നിന്നുള്ളവരാണ്. ഒ ലൂക്കോസ് എന്ന MLA-ക്കും PM മാത്യു എന്ന MLA-ക്കും ജന്മം കൊടുത്തപ്പോൾ, അവരൊക്കെ വർഷങ്ങളുടെ MLA-മാരായിരുന്നപ്പോൾ അവരെല്ലാം വന്നത് ഈ മുട്ടിച്ചിറ കൊച്ചു ഗ്രാമത്തിൽ നിന്നാണ്. PJ ജോർജ് ഭണ്ഡാരക്കാപ്പിൽ പതിറ്റാണ്ടുകൾ കേരള കോൺഗ്രസിന് ഏറ്റവും ശക്തമായ രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ള നിലയിൽ കേരള കോൺഗ്രസിന് നേതൃത്വം കൊടുത്തത്, നിർദ്ദേശം കൊടുത്തത്, കടുത്തുരുത്തിയുടെ പൊളിറ്റിക്സിനെ എന്നും നയിച്ചിട്ടുള്ളത്, നിയന്ത്രിച്ചിട്ടുള്ളത് PJ ജോർജ് ഭണ്ഡാരക്കാപ്പിൽ നമ്മൾ വരുന്ന ഇതേ വാർഡിൽ നിന്നാണ്. കോൺഗ്രസിന്റെ BM പോൾ ബ്ലോക്ക് പ്രസിഡന്റായിരുന്നയാൾ ഇതേ വാർഡിൽ നിന്നാണ്. ഇതൊക്കെ പോയാൽ ഒരു കാലത്ത് ഇന്ന് കടുത്തുരുത്തിയുടെ നാനാഭാഗങ്ങളിൽ ചെങ്കൊടി പാറി കളിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണക്കാരായ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ ഈ കടുത്തുരുത്തിയുടെ മണ്ണിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത് മുട്ടിച്ചിറയിലെ ആളുകളാണ്. KK ജോസഫ് മാത്രമല്ല, സൂചി തൊമ്മൻ എന്ന് പറയുന്ന ഒരാൾ, MC എന്ന പേരിൽ അറിയപ്പെടുന്ന MC കുര്യാക്കോസ്, അദ്ദേഹം ഇവിടുന്ന് ഈ പാർട്ടിയുടെ സംവിധാനങ്ങൾ ഒരുക്കിയതിന് ശേഷം കണ്ണൂർ ജില്ലയിൽ ചെന്ന് കണ്ണൂരിലെ പാർട്ടിയുടെ സെക്രട്ടറി ആയ ആളാണ്. ഇന്ന് കേരളം ഭരിക്കുന്ന പല മന്ത്രിമാർക്കും, കേരളത്തെ നിയന്ത്രിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലെ പല നേതാക്കന്മാർക്കും ഗുരുസ്ഥാനീയനാണ് അദ്ദേഹം. ഇതെല്ലാം മുട്ടിച്ചിറയുടെ മണ്ണിൽ നിന്നാണ് ഉണ്ടായതെങ്കിൽ മുട്ടിച്ചിറയ്ക്ക് ഇനിയും പലതും ചെയ്തു തീർക്കാനുണ്ട്. നമ്മൾ ഇന്ന് എന്ത് ചിന്തിക്കുന്നോ അത് നാളെ കടുത്തുരുത്തി ചിന്തിക്കും. നമ്മൾ ഇന്ന് എന്ത് പ്രവർത്തിക്കുന്നോ അത് നാളെ കടുത്തുരുത്തി പ്രവർത്തിക്കും. നമ്മൾ കൃത്യമായ ഉദ്ദേശത്തിൽ, വ്യക്തമായ ഉദ്ദേശത്തോടു കൂടി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ആ ലക്ഷ്യബോധത്തിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുന്നത്, അതാണ് നമ്മുടെ നയം, അതാണ് നമ്മുടെ പദ്ധതി. നമ്മൾ ഓർക്കണം, ജനകീയ മുന്നണി എന്ന സംവിധാനം ഇതൊരു രാഷ്ട്രീയ സംവിധാനമോ പ്രസ്ഥാനമോ അല്ല. വ്യക്തികളും സംഘടനകളും ചേരുന്ന, യോജിക്കാവുന്നവർ യോജിക്കുന്ന, നിർവൃതി കിട്ടുന്ന, ആത്മാർത്ഥതയുള്ള, സത്യസന്ധരായ, ഒന്നും പ്രത്യേകിച്ച് എവിടുന്നും എടുക്കാൻ ആഗ്രഹിക്കാത്ത ആളുകളുടെ കൂട്ടമാണിത്. നമ്മൾ മറ്റൊരാളോട്ടും ഒരു ഉപദ്രവം ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല, ആരെയും ആക്ഷേപിക്കാനും ഉദ്ദേശിക്കുന്നില്ല. ഞാൻ ഈ 8ഉം 9ഉം വാർഡുകളിലൂടെ പോയപ്പോൾ കണ്ട പല കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ കൂട്ടായിരുന്ന് തീരുമാനിച്ച ഒരു 15 പോയിന്റുകളുണ്ട്. അതിവിടെ നമ്മുടെ കൺവീനർ അവതരിപ്പിക്കും. എങ്കിൽ കൂടി ഒരു ആമുഖത്തിൽ അത് പറയേണ്ടത് ആവശ്യമായതുകൊണ്ട് മാത്രം ഞാൻ പറയുകയാണ്. നമ്മളൊരു നിർമ്മാൺ സേന നിർമ്മിക്കും. നിർമ്മാൺ സേന എന്നാൽ നമ്മുടെ കർഷക തൊഴിലാളികളും ഇവിടെ നമുക്കറിയാം തൊഴിലുറപ്പ് പദ്ധതിക്ക് പോകുന്ന ആളുകളുമൊക്കെ ഉൾപ്പെടുന്ന ഒരു ടീമിനെ നമ്മൾ സജ്ജീകരിക്കും. അത് അന്യസംസ്ഥാന തൊഴിലാളികളുമായി ചേർന്ന് നമ്മുടെ വാർഡിലും മറ്റു പ്രദേശങ്ങളിലും കോൺട്രാക്റ്റ് ബേസിൽ നമ്മൾ ജോലികൾ ചെയ്യും. അതിന് നേതൃത്വം നമ്മുടെ ആളുകൾ വഹിക്കും. അതുവഴി ഈ നാട്ടിലെ കാടുപിടിച്ചു കിടക്കുന്ന റബ്ബർ തോട്ടങ്ങളും ഈ നാട്ടിലെ കാടുപിടിച്ചു കിടക്കുന്ന നമ്മുടെ കൃഷിയിടങ്ങളും നമ്മൾ ഫലഭൂയിഷ്ടമായി ഉപയോഗപ്രദമാക്കാൻ നിർമ്മാൺ സേനയ്ക്ക് പറ്റും. അതിനോടൊപ്പം തകർന്ന റോഡുകളുടെയും കോൺട്രാക്റ്റ് ബേസിൽ ചെയ്യാവുന്ന ഏതൊരു ജോലിയുടെയും നമ്മൾ ഏകോപിപ്പിച്ച്
നമ്മളുടെ നിർമ്മാൺ സേന നിർവഹിക്കും. രണ്ടാമതായിട്ട് നമ്മൾ ഒരു ഹരിതകർമ്മ സേന നമ്മൾ രൂപീകരിക്കും. ആ ഹരിത സേന എന്ന് വെച്ചാൽ നമുക്കറിയാം കൃഷി നഷ്ടത്തിലുള്ള ഒരു സംഗതി തന്നെയാണിപ്പോൾ. നഷ്ടത്തിലല്ലാത്ത ഏറ്റവും നൂതനമായ ഏറ്റവും നല്ല ഇസ്രായേൽ മോഡൽ കൃഷി രീതി നമ്മൾ നടപ്പാക്കും. അതിന് കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് കിട്ടുന്ന ഇൻവെസ്റ്റേഴ്സിനെ കണ്ടുപിടിച്ചുകൊണ്ട് നമ്മൾ കൃഷി നടപ്പാക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു പഞ്ചായത്തിലേക്കല്ല കൂടുതൽ പഞ്ചായത്തുകളിലേക്ക് പച്ചക്കറി ഉൽപ്പാദിപ്പിക്കാൻ നമുക്ക് പറ്റും. നിങ്ങൾക്കറിയാം ഇസ്രായേൽ എന്ന കുഞ്ഞു രാജ്യം ലോകത്തിന് മുഴുവൻ നൽകുന്ന സന്ദേശം അവരുടെ ബുദ്ധിയിൽ ഉദിച്ച നൂതനമായ കൃഷി രീതികൾ നമ്മൾ ഫലപ്രാപ്തിയിലെത്തിക്കാൻ നമ്മളുടെ ഗവൺമെൻറ്റും സന്നദ്ധ സംഘടനകളും ശ്രമിച്ചെങ്കിലും പലപ്പോഴും പരാജയപ്പെട്ടത് കൂട്ടായ്മയുടെ കുറവും നേതൃശേഷിയുടെ അപാകതയും കൊണ്ടാണ്. ഇത് രണ്ടും പരിഹരിക്കാൻ നമുക്ക് പറ്റും. അതുവഴി നമ്മൾ തീർച്ചയായും കൃഷിയുടെ മേഖലയിൽ ഉന്നതമായ നിലയിലേക്ക് കടന്നു വരാൻ നമുക്ക് അവസരമൊരുക്കാം. നമുക്കൊരു സംരംഭക യൂണിയനാണ് മൂന്നാമത്. നമ്മുടെ വാർഡുകളുടെ 2 വാർഡുകളിലും ചെറുതും വലുതുമായ ഒത്തിരി ചെറിയ സംരംഭകരുണ്ട്. ഡോണറ്റ് ഉണ്ടാക്കുന്ന ഒരു മനുഷ്യനുണ്ടെങ്കിൽ, പേട ഉണ്ടാക്കുന്ന മറ്റൊരാളുണ്ടെങ്കിൽ, വസ്ത്രവ്യാപാരങ്ങൾ ചെറിയ തോതിലെങ്കിലും വീടുകളിൽ വെച്ച് നടത്തുന്ന മറ്റൊരാളുണ്ടെങ്കിൽ, നമ്മൾ ചെറിയ ചെറിയ മെഷീൻസുമായി നമ്മൾ ഒരു സംരംഭകനായി മറ്റുള്ള സ്ഥലങ്ങളിൽ വർക്കുകൾ ചെയ്യുന്ന കോൺട്രാക്റ്റുകൾ ഏർപ്പെടുന്നവരുണ്ടെങ്കിൽ, അതുപോലെ തന്നെ നമ്മുടെ പുതുതായി കടന്നു വരുന്ന നമ്മുടെ എഞ്ചിനീയർമാർ, അഭിഭാഷകർ, അങ്ങനെ പ്രൊഫഷണലുകളായിട്ടുള്ള ആളുകൾ, ഇവർക്കൊക്കെ ഒരു പ്ലാറ്റ്ഫോം നമ്മൾ ഉണ്ടാക്കും. ഇത് സംയുക്തമായ ഒരു തീരുമാനമുണ്ടായാൽ, ഒരുമയോടെ കൂട്ടായ്മയോടെ നമ്മൾ മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും ഇതൊക്കെ സാധ്യമാണ്. ഇതൊന്നും നമുക്ക് അറിയപ്പെടാത്തതല്ല. ഇത്തരം പ്ലാറ്റ്ഫോമുകൾ വരുന്നത് വഴി നമ്മുടെ ചെറിയ ചെറിയ കുഞ്ഞ് കുടിൽ വ്യവസായങ്ങളെ നമ്മൾ വളർത്തും. അത് വളർത്തുന്നതിന് വേണ്ട പിന്തുണ ഞാനും നിങ്ങളും ചേരുന്ന നമ്മുടെ യൂണിയൻ തീർച്ചയായിട്ടും അതിന് നൽകും. പ്ലാറ്റ്ഫോമുകൾ എന്ന് വെച്ചാൽ നമ്മൾ അതിനുവേണ്ടി പ്രത്യേകം ആപ്പുകൾ നിർമ്മിക്കും. നമ്മൾ ഉദാഹരണം പറഞ്ഞാൽ ഒരു ഇൻറ്റീരിയർ ഡിസൈനറുണ്ട്, ഒരു എൻജിനീയറുണ്ട്, അവരെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യും. ഇൻട്രൊഡ്യൂസ് ചെയ്യുക വെച്ചാൽ വെറുതെ നമ്മൾ പറയുകയല്ല. അവർക്കൊരു ജോലി കൊടുത്ത് ഭംഗിയായിട്ട് അവരത് ചെയ്യുമ്പോൾ ഇന്ന ആളാണത് ചെയ്തതെന്നും ഇന്ന ആൾ ഇതിന് പ്രാപ്തനാണെന്നും നമ്മൾ നമ്മുടെ ഗ്രൂപ്പ് വഴി ആളുകളെ അറിയിക്കുമ്പോൾ അവർക്ക് കൂടുതൽ ജോലികൾ കിട്ടും. അങ്ങനെ അവർ കൂടുതൽ ജോലികൾ കിട്ടി എസ്റ്റാബ്ലിഷ് ചെയ്യുമ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് കഴിഞ്ഞ തലമുറയിൽ നിന്നുണ്ടായ പ്രഗത്ഭരെ പോലെ പ്രഗത്ഭരായ പലരും വ്യക്തികൾ മുന്നോട്ട് വരും. അത്തരം വ്യക്തികൾ മുന്നോട്ട് വരുമ്പോൾ നമുക്കുണ്ടാവുന്ന നേട്ടം ആളുകൾ അഭിവൃദ്ധിയിലും സന്തോഷത്തിലും ഏറ്റവും ഉന്നതമായ മൂല്യങ്ങൾ കാത്തു സൂക്ഷിച്ച് നടന്നു പോകുമ്പോഴാണ് ഒരു നാട് പുരോഗമിക്കുന്നതും ഒരു നാട് ആ കൂടെ നടക്കുന്നതും. നമ്മൾ ഒരു ഉദാഹരണം എടുത്തു. നമ്മുടെ നാട്ടിലെ ഏതെങ്കിലും ഒരു വ്യക്തി ഒരു പ്രൊഫഷണലായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്താൽ അത് അഭിമാനമായി നമ്മൾ കരുതി മറ്റുള്ള ആളുകൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്താൽ അവർക്ക് കിട്ടുന്ന ഗുണം നാളെ അവർ നമുക്ക് തരും. പ്രത്യേകിച്ച് നമ്മൾ ഇങ്ങനെ ഒരു ഉന്നത്തിൽ നീങ്ങുമ്പോൾ. അതുകൊണ്ട് അതാണ് നമ്മളുടെ അടുത്ത പോയിന്റ്. നമുക്ക് സംരംഭക യൂണിയൻ വഴി നമ്മളുടെ നാട്ടിലെ സാധാരണക്കാരായ നമ്മളുടെ 500-1000 രൂപ കൊണ്ട് തൃപ്തിപ്പെടുന്ന വെറും ചെറിയ കച്ചവടക്കാരെ, ചെറിയ നിർമ്മാതാക്കളെ, ചെറിയ സംരംഭകരെ നമ്മൾ പ്രലോഭിപ്പിച്ച് നമ്മൾ അവർക്ക് ഉത്തേജനങ്ങൾ നൽകി നമ്മൾ അവരുടെ കൂടെ നിന്ന് അവരെ സഹായിച്ച് സഹകരിച്ച് നല്ല നിലയിലുള്ള ബിസിനസ് സ്ഥാപനങ്ങളായിട്ട് അവർ വളർന്നു വരട്ടെ. അങ്ങനെ വളരുന്നതോടുകൂടി സാമ്പത്തിക അഭിവൃദ്ധി നമുക്കുണ്ടാവും, സാമ്പത്തിക അഭിവൃദ്ധി നാടിനുണ്ടാവും. അത് നമ്മുടെ നാടിൻ്റെ നന്മ മറ്റുള്ളവരിലേക്ക് അത് പടർത്താം. യുവാക്കൾക്കായിട്ട് നമ്മളൊരു കായിക വേദി ഉണ്ടാക്കും. കായിക വേദി എന്ന് വെച്ചാൽ നിലവിലുള്ള ഇപ്പോൾ നമ്മുടെ ബീസ ക്ലബ് ഹൗസ് പോലെയുള്ള ഹോട്ടലുകളിൽ ടർഫുണ്ട്, നമ്മളുടെ കുട്ടികൾക്ക് കളിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. അത് അവരുമായി നമ്മൾ സംസാരിച്ചിട്ടുണ്ട് ഓൾറെഡി. അപ്പം അത്തരം കാര്യങ്ങളിൽ നമ്മളുടെ ഒരു ടീമിനെ, നമ്മളുടെ കുട്ടികളെ അവിടെ അയച്ച് ട്രെയിനിങ് എടുക്കുന്നതിനോ അതല്ലെങ്കിൽ അവരുടെ കായിക ക്ഷമത വർദ്ധിപ്പിക്കുന്നതിനോ ഒക്കെ തീർച്ചയായിട്ടും നമുക്ക് സാഹചര്യം ഒരുക്കാൻ പറ്റും. പിന്നെ ഒരു നിയമസഹായ വേദി. നമുക്കിവിടെ 5ഓളം അഭിഭാഷകർ നമ്മുടെ 8-9 വാർഡുകളിലായിട്ടുണ്ട്. ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്നവരുണ്ട്, ഡിസ്ട്രിക്ട് കോർട്ടിൽ പ്രാക്ടീസ് ചെയ്യുന്നവരുണ്ട്, ലോവർ കോടതികളിൽ പ്രാക്ടീസ് ചെയ്യുന്നവരുണ്ട്, വിവിധ
ട്രൈബ്യൂണലുകളിലുമൊക്കെ പ്രാക്ടീസ് ചെയ്യുന്ന പ്രഗത്ഭരായ അഭിഭാഷകർ തന്നെയാണ് നമ്മുടെ വാർഡിൽ നിന്നുള്ളവർ. എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള അഭിഭാഷകരാണ്. ഇവരുടെ ഒരു യൂണിയൻ നമുക്കുണ്ടാകുന്ന ഡിസ്പ്യൂട്ടുകളിലും നമുക്കുണ്ടാകുന്ന പ്രശ്നങ്ങളിലും നമുക്ക് അവരെ അപ്രോച്ച് ചെയ്യാവുന്ന, ₹1 പോലും പ്രതിഫലം കൊടുക്കാതെ അവരെ അപ്രോച്ച് ചെയ്യാവുന്ന, മീഡിയേഷൻ വഴി പ്രശ്നങ്ങൾ തീർക്കുകയും അല്ലാത്തതിനെ ആ രീതിയിൽ കാണാനും പറ്റുന്ന നമ്മുടെ അഭിഭാഷകരുടെ നിയമവേദി നമ്മൾ സൃഷ്ടിക്കും. നമ്മളുടെ ഇടയിൽ ഭിന്നശേഷിക്കാരായ പല കുട്ടികളുണ്ട്. നമ്മൾ കാണുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ട് തോന്നുന്ന ആളുകളുണ്ട്. അവർക്ക് വേണ്ടി നമ്മൾ പദ്ധതികൾ ആവിഷ്കരിക്കും. പ്രായമായവരുടെ കൂട്ടായ്മ ഇന്ന് നമുക്കുണ്ട്. ആ കൂട്ടായ്മ ജനറേഷൻ ഗ്യാപ്പ് എന്ന് പറയുന്ന ഒരു വലിയ സംഭവമാണ്. ജനറേഷൻ ഗ്യാപ്പിൽ അകപ്പെട്ട് നിൽക്കുന്ന മാതാപിതാക്കളെ ഒത്തുചേർക്കുന്ന സ്നേഹതീരം പോലെയുള്ള മുട്ടിയറയിൽ പ്രവർത്തിക്കുന്ന വക്കച്ചൻ സാറ് തുടങ്ങിയ ആ പദ്ധതിയോട് ചേർത്ത് നിർത്തി നമ്മളതിന് പിന്തുണ നൽകുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ അവരുടെ കൂട്ടായ്മ ജീവിതത്തിൻ്റെ അന്ത്യ നാളുകളിൽ, ഈവനിങ് ടൈമിൽ അവർക്ക് സന്തോഷവും സമാധാനവും കൊടുക്കട്ടെ എന്നുള്ളത് തന്നെയാണ് നമ്മളുടെ ലക്ഷ്യം. ചികിത്സാ ചെലവുകളിൽ ഇളവ് നൽകുന്ന ഒരു പദ്ധതി നമ്മൾ ആവിഷ്കരിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ നമുക്ക് കൃത്യമായി തിരിച്ചറിയാവുന്ന, നമുക്ക് വ്യക്തമായി സ്വാധീനിക്കാവുന്ന മെഡിക്കൽ ഇൻസ്ട്രുമെൻസും അതുപോലെ തന്നെ മെഡിസിനും സപ്ലൈ ചെയ്യുന്ന ഹോൾസെയിൽ വ്യാപാരികൾ നമുക്കുണ്ട്. അവരിൽ നിന്നും സാധാരണയിൽ കവിഞ്ഞ ഡിസ്കൗണ്ടോടുകൂടി നമ്മുടെ വാർഡുകളിൽ തന്നെ പ്രവർത്തിപ്പിക്കുന്ന, നമ്മുടെ വാർഡുകളിലെ ആളുകൾ ഉടമസ്ഥരായിട്ടുള്ള മെഡിക്കൽ ഷോപ്പുകൾ വഴി നമ്മൾ മെഡിസിൻ സപ്ലൈ ചെയ്യുമ്പോൾ നമ്മളൊരു കോർപ്പസ് ഫണ്ട്, ഒരു ട്രസ്റ്റായി രൂപീകരിച്ച് ആ ട്രസ്റ്റിൽ നിന്ന് കിട്ടുന്ന പണം ഫിക്സഡ് ഡിപ്പോസിറ്റ് ഇട്ട് അതിൻ്റെ പലിശ കൊണ്ട് ₹100 കിട്ടുന്ന മെഡിസിൻ നമ്മൾ ഒരു മെഡിക്കൽ ഷോപ്പിൽ നിന്ന് മെഡിസിൻ മേടിക്കുകയാണെങ്കിൽ അത് ₹100 കിട്ടുന്നതെങ്കിൽ അത് ₹60 കിട്ടാവുന്ന ഒരു സാഹചര്യം നമ്മൾ സൃഷ്ടിക്കും. അതാണ് നമ്മുടെ ചികിത്സാ ചെലവുകളിലെ ഇളവ് നമ്മൾ പറയുന്നത്. ഇതൊന്നും പ്രവൃത്തികൾ ചെയ്യുന്നതിന് നമുക്ക് മറ്റാരുടെയും സഹായം ആവശ്യമില്ല. നമ്മളുടെ കൂട്ടായ്മ ഒന്നുണ്ടെങ്കിൽ, നമ്മുടെ വിദേശ രാജ്യങ്ങളിൽ കഴിയുന്ന ആളുകൾ എത്രയോ പണം പള്ളിക്ക് കൊടുക്കുന്നു, എത്രയോ പണം മറ്റ് സംഘടനകൾക്ക് കൊടുക്കുന്നു. നമുക്കറിയാവുന്ന നമ്മുടെ ആളുകളിൽ നിന്നും, നമ്മളിൽ നിന്നും തന്നെ സ്വരൂപിക്കുന്ന ഇത്തരം പണം നമ്മുടെ നാട്ടിലെ പാവപ്പെട്ട ആളുകൾക്ക് ഒരു ഉപകാരമാകട്ടെ. ഞങ്ങൾ ഈ വാർഡിൻ്റെ പല ഭാഗങ്ങളിലും ചെന്നപ്പോൾ ചികിത്സാ സഹായത്തിന് വേണ്ടി റിക്വസ്റ്റ് ചെയ്യുന്ന പലരെയും ഞങ്ങൾ കണ്ടു. നമുക്കെപ്പോഴും പണം നമ്മുടെ പോക്കറ്റിൽ നിന്ന് എടുത്ത് കൊടുത്ത് പ്രശ്നം പരിഹരിക്കാൻ പറ്റില്ല. ഇത്തരം സാമൂഹികമായ ഇഷ്യൂവിൽ ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല, നിരന്തരമായി ഇത് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ നമുക്ക് അവരെ സഹായിക്കാൻ നമുക്ക് ഇടപെടാൻ പറ്റും. നമുക്ക് മറ്റൊരു കാര്യം, നമ്മുടെ ഇവിടെ പല കോളനികളുണ്ട്. നമ്മൾ ആ വഴികളിലൂടെ ഒന്ന് നടന്നു നോക്കണം. ഈ കോളനികളിലെ വഴികളൊന്നും നമുക്ക് നടക്കാൻ പറ്റുന്ന തരത്തിലുള്ളതല്ല. ഞാൻ പറയുന്നത് വിശാലമായ ഹൈവേകളെ പറ്റിയല്ല, 10-12 അടിയുള്ള വഴികളെ പറ്റിയല്ല. 3 അടിയുടെ സ്ഥാനത്ത് 1.5 അടിയും 1 അടിയും 2 അടിയും മാത്രമുള്ള, ഒരു കാല് വെച്ച് മറ്റൊരു കാല് വെച്ചാൽ കുഴിയിലേക്കും കല്ലിൻപുറത്തേക്കും പോകുന്ന ഒട്ടനവധി വഴികളുണ്ട്. സാധാരണക്കാരായ ആളുകൾക്ക് നടക്കാൻ ബുദ്ധിമുട്ടുള്ള സ്ഥലങ്ങളാണത്. അവിടെ നടകൾ കെട്ടിയോ കോൺക്രീറ്റ് ചെയ്തോ നമ്മൾ അവരുടെ യാത്രാ സൗകര്യത്തെ സുസജ്ജമാക്കും. ഇത് പഞ്ചായത്തിൻ്റെ പദ്ധതികളിലൂടെ അല്ലാതെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ കേരള ഗവൺമെൻറ്റിന് ഇങ്ങനെ പദ്ധതിയുണ്ട്. ആ പദ്ധതി ഇന്ന് വരെ നടപ്പാക്കിയതായി ഞങ്ങൾ പോയ ഒരിടത്തും കണ്ടിട്ടില്ല. നിങ്ങൾ കാണുന്ന സ്ഥലങ്ങളിൽ നിങ്ങൾ കാണുക, അങ്ങനെ തന്നെയാണ് അത് കിടക്കുന്നത്. അതിനെ മാറ്റം വരുത്തിയേ പറ്റൂ. നമ്മൾ വീണ്ടും മെഡിക്കൽ ക്യാമ്പുകൾ പല ആശുപത്രികളുമായി കോർഡിനേറ്റ് ചെയ്ത് നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട്. രോഗനിർണയം മാത്രമല്ല, മെഡിക്കൽ ക്യാമ്പുകൾ നടത്തുന്നത് വഴി ഫ്രീ ചികിത്സയും അതിനകത്ത് അക്കോമഡേറ്റഡ് ആണ്. ഇതൊന്നും നമുക്ക് 10 പൈസ ചിലവുള്ള കാര്യങ്ങളല്ല. പക്ഷേ നമ്മൾ ഒന്നിച്ചു നിന്നാൽ, നമ്മൾ ഒറ്റക്കെട്ടായി മുന്നേറിയാൽ, ഒരുമയോടുകൂടി മുന്നോട്ട് പോയാൽ നമുക്കിതൊക്കെ സാധ്യമാക്കാവുന്നതേ ഉള്ളൂ. വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയെ പറ്റിയും നമ്മൾ ആലോചിക്കുന്നുണ്ട്. അതിന് കാരണം, ഞാനും നിങ്ങളും ഒരു 40 വയസ്സിന് മേളിലുള്ള ആളുകൾ ഇവിടെ ഇരിക്കുന്നവരൊക്കെ തന്നെ
മിക്കവാറും നമ്മുടെ പ്രദേശത്തെ ഒന്നുകിൽ കാഞ്ഞിരത്താനത്തോ മുട്ടിയറയിലോ അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള ഏതെങ്കിലും സ്കൂളിലോ പഠിച്ചവരായിരിക്കും. എൻ്റെ ഫാദർ പഠിച്ച അതേ സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. എൻ്റെ ഫാദറിനൊപ്പം പഠിച്ചവരുടെ മക്കൾക്കൊപ്പമാണ് ഞാൻ പഠിച്ചത്. എൻ്റെ അനിയന്മാർ പഠിച്ചത് അവരുടെ അനിയന്മാർക്കൊപ്പമാണ്. അങ്ങനെ വളരെ ദൃഢമായ ഒരു ആത്മബന്ധവും കുടുംബബന്ധവും നിലനിന്നിരുന്ന ഗ്രാമമാണ് മുട്ടിയറയുടെ എല്ലാ പരിസര പ്രദേശങ്ങളും. പക്ഷേ ഇന്ന് 10 വീടുകളെടുത്താൽ 10 വീട്ടിൽ നിന്നും 10 സ്കൂളുകളിലേക്ക് കുട്ടികൾ പോകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. കുട്ടികൾക്ക് തമ്മിൽ യാതൊരു ബന്ധവുമില്ല, ഈ നാടുമായി യാതൊരു ബന്ധവുമില്ല. അത്തരം സാഹചര്യങ്ങളിൽ അവരെ സ്കൗട്ട് ഗൈഡ് മോഡലിൽ നമ്മൾ ക്യാമ്പുകൾ സംഘടിപ്പിച്ചും കലാകായിക മത്സരങ്ങൾ സംഘടിപ്പിച്ചും അവർക്കായി നമ്മളൊരു വേദി സംഘടിപ്പിക്കുന്നത് കൂടാതെ നമ്മുടെ 2 വാർഡുകളുടെയും ഒരു കാർണിവൽ നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്. കലാ സാംസ്കാരിക കാര്യങ്ങളിൽ നമ്മൾ ഓർക്കാം, കലാ സാംസ്കാരിക കാര്യങ്ങളിൽ നമ്മൾ ഇടപെടുമ്പോഴുണ്ടാകുന്ന ഗുണവും മെച്ചവും. നമ്മളിപ്പോൾ ഒരു നാടകം കളിച്ചാൽ ആ നാടകത്തിലെ അഭിനയിക്കുന്ന ആളുകളും അതിനുവേണ്ടി പ്രവർത്തിക്കുന്നവരും തമ്മിലുണ്ടാകുന്ന ദൃഢമായ ആത്മബന്ധം. നമ്മളൊരു സാംസ്കാരിക പരിപാടി നടത്തിയാൽ ആ സാംസ്കാരിക പരിപാടിയിൽ പങ്കെടുക്കുന്നവരും ഇടപഴകുന്നവരും തമ്മിലുണ്ടാകുന്ന ആത്മബന്ധം, ഇതാണ് ഈ നാടിന് ആവശ്യം. കൂട്ടായ്മയാണ് നമുക്ക് ആവശ്യം. ഇത്തരം കാര്യങ്ങളിൽ ക്രിയാത്മകമായി നമ്മൾ കാര്യങ്ങൾ ചെയ്യും. പുറത്തുനിന്ന് വന്ന് താമസിക്കുന്ന ഒട്ടനവധി ആളുകൾ നമ്മളുടെ ഈ 2 വാർഡുകളിലും ഞങ്ങൾക്ക് കാണാൻ പറ്റി. പുറത്തുനിന്ന് വന്നവർ എന്നും പുറത്തു തന്നെ നിൽക്കുന്ന ഒരവസ്ഥയ്ക്ക് മാറ്റം ഉണ്ടാവണം. അവരെ നമ്മൾ നമ്മുടെ ചടങ്ങുകളിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും അവരെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന വഴി അവർ നമ്മളുമായി മിങ്കിൾ ചെയ്യുകയും നമ്മളെല്ലാവരും ഒന്നിച്ച് മൂവ് ചെയ്യുകയും ചെയ്യുന്ന മനോഹരമായ ഒരു സാധ്യത നമ്മൾ നോക്കും. പെൻഷൻ്റെ കാര്യത്തിൽ വാർദ്ധക്യകാല പെൻഷനുണ്ട്, വിധവാ പെൻഷനുണ്ട്, കർഷക പെൻഷനുണ്ട്, തൊഴിലാളി പെൻഷനുണ്ട്. ഇത്തരം പെൻഷനുകൾ ലഭിക്കാത്ത ഒട്ടനവധി ആളുകളെ ഞങ്ങൾ കണ്ടു. അവർക്കത് കിട്ടാത്തതിൻ്റെ കാരണം പ്രോപ്പറായ നിലയിൽ അതിൻ്റെ ആപ്ലിക്കേഷൻ ഫയൽ ചെയ്യാത്തതുകൊണ്ടും നിയമപരമായ പല കാര്യങ്ങളിലും അവരുടെ അജ്ഞത കൊണ്ടുമാണ്. അത്തരം കാര്യങ്ങളിൽ നമ്മൾ അവരോട് സഹകരിക്കാൻ പ്രത്യേക ടീമിനെ നമ്മൾ സജ്ജരാക്കും. അതോടൊപ്പം തന്നെ നമ്മുടെ റവന്യൂ ഓഫീസുകളിൽ നിന്നും അതുപോലെ മറ്റ് സ്ഥലങ്ങളിൽ നിന്നുമൊക്കെയുള്ള പേപ്പർ വർക്കുകൾക്ക് നമ്മൾ അവർക്ക് സഹായങ്ങൾ ചെയ്യും. ഇത്തരത്തിൽ നമ്മൾ പൊതുവെ ഉള്ള കാര്യങ്ങളിൽ ലിസ്റ്റ് ഔട്ട് ചെയ്യുമ്പോൾ പരമപ്രധാനമായി നമുക്ക് ശുദ്ധവായുവും ശുദ്ധജലവും നല്ല മണ്ണും കിട്ടാൻ, നിലനിർത്താൻ, അതിനുവേണ്ടി നമ്മളെടുത്ത എഫർട്ടുകൾ തുടരാൻ നമ്മൾ പ്രതിജ്ഞാബദ്ധമാണ്. ഇത്തരത്തിലുള്ള ഒരു